മാത്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പരിചയപ്പെടുത്തുന്നത് റാങ്കിംഗ് ആണ്. എല്ലാ പൊതു പരീക്ഷകൾക്കും വരുന്ന ചോദ്യങ്ങളാണ് റാങ്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. അതിൽ പ്രധാന ടൈപ്പുകളാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഒന്നാമത്തെ ടൈപ്പ് എന്താണ് പറയുന്നത്, ഒരു ലൈനില് ഒരു വരിയില് കുറച്ച് ആളുകൾ ഉണ്ടാവും. അപ്പൊ രാജേഷ് എന്ന് പറഞ്ഞ ഒരാളുടെ പൊസിഷൻ ഇടത്തു നിന്ന് 10ാമത്തതാണ്, വലത്ത് നിന്ന് 8ാമത്തതാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇപ്പൊ ഇങ്ങനെ പറഞ്ഞാല് ഒരു റോ ഉണ്ട്. ആ റോയില് രാജേഷ് എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇയാളുടെ പൊസിഷൻ ലെഫ്റ്റ് നിന്ന് 10th ആണ്. ഇങ്ങനെ ഇങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ രാജേഷ് ഉള്ളത് 8 ആണ്. അപ്പൊ ടോട്ടൽ ഈ ലൈനിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് അറിയാൻ കാര്യം, ഇവിടുന്ന് ഇങ്ങോട്ട് 10ാമത്തതാണ് രാജേഷ്. അപ്പൊ 10 കഴിച്ചിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് 8ാമത്തെ രാജേഷ് വരുമ്പോ രാജേഷിന്റെ തൊട്ട് വലത്ത് ഭാഗത്ത് 7 പേരുണ്ടാവും. അപ്പൊ ഇവിടുന്ന് ഇവിടം വരെ 10 പേരും രാജേഷിന്റെ വലത്ത് ഭാഗത്ത് 7 പേരും. അപ്പൊ ടോട്ടല് 10ഉം 7ഉം 17 പേരാണ് ടോട്ടൽ ഉണ്ടാവുക. പക്ഷെ ഈ തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വായിച്ചിട്ട് കണ്ടുപിടിക്കാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് അത് ഓർമ്മിക്കാനുള്ള വഴി, ഒരാളെ വെച്ചിട്ട് അയാൾ ലെഫ്റ്റിൽ നിന്ന് ഇടത്ത് നിന്ന് ഇത്രാമത്തതാണ്, വലത്ത് നിന്ന് ഇത്രാമത്തതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ആ ലൈനിലുള്ള ആളുടെ എണ്ണം എന്ന് പറയുന്നത് നിങ്ങൾ എഴുതി വെക്കുക. ടോട്ടൽ എന്ന് പറയുന്നത് ലെഫ്റ്റ് പ്ലസ് റൈറ്റ് -1 ആണ്. അതായത് ഇടത് നിന്നുള്ള എത്രാമത്തെ ആണോ പൊസിഷൻ 10ാമത്തെയാണ്, വലത് നിന്ന് എത്രാമത്തെയാണോ 8 ആണ്. അപ്പൊ ടോട്ടലുള്ള ആളുടെ എണ്ണം 10ഉം 8ഉം കൂട്ടിയിട്ട് അതിൽ നിന്ന് ഒന്ന് കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 10 + 8 നമുക്ക് കിട്ടും 18. 18 - 1 നമുക്ക് കിട്ടും 17. 18 ഒന്ന് കുറച്ചാൽ നമുക്ക് 17 എന്ന് കിട്ടും. ഇതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പ് എന്താണെന്ന് പറഞ്ഞാല്, രാജേഷ് ഇവിടെ ഉണ്ട്. രാജേഷ് ഓക്കെ, രാജേഷ് ഈ ലൈനിൽ ആകെ 20 പേരുണ്ട്. അല്ലെങ്കിൽ ഇതന്നെ നമുക്ക് എടുക്കാം. ലൈനിൽ ആകെ 17 പേരുണ്ട്. ലൈനിൽ നമുക്ക് ടോട്ടൽ എണ്ണം നമുക്ക് തരും. എത്രയാണ് പറഞ്ഞത്? 17 ആളുണ്ട്. ലെഫ്റ്റിൽ നിന്ന് രാജേഷ് 10ാമത്തതാണ്, ഇങ്ങനെ രാജേഷ് 10th ആണ്. എങ്കിൽ റൈറ്റ് നിന്ന് രാജേഷ് എത്രയാണ്? ഇങ്ങനെ രാജേഷിന്റെ പൊസിഷൻ എത്ര എന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയേണ്ടത്, അതിന്റെ ആൻസർ കിട്ടുകയാണെങ്കിൽ ടോട്ടൽ 17 പേരുണ്ട്. ഇങ്ങനെ ഇങ്ങോട്ട് 10 പേരാണുള്ളത്. അപ്പൊ 17 പേരില് ഇങ്ങനെ ഇങ്ങോട്ട് 10 പേരായി, 10 ആളായി. ബാക്കി എത്ര പേരായുള്ളത്? 17 7 ആളായില്ല. അപ്പൊ 10ന് ശേഷം ഇപ്പുറം വരുന്ന എത്ര വരും? 7 വരും. അപ്പൊ 7 വരുന്ന സമയത്ത് രാജേഷ് എത്രാമത്തിലായിരിക്കും? 7. രാജേഷിന്റെ വലതു ഭാഗത്ത് 7 പേരുണ്ട്. അപ്പൊ രാജേഷ് എത്രാമത്തെ ആയിരിക്കും? 7ഉം രാജേഷിന്റെ എണ്ണവും കൂടെ കൂട്ടുമ്പോ ഇങ്ങനെ ഇങ്ങോട്ട് വരുമ്പോ എത്രാമത്തെ ആയിരിക്കും? രാജേഷ് 8ാമത്തതായിരിക്കും രാജേഷ് വരുന്നുണ്ടാവുക. അപ്പൊ അത് കണ്ടുപിടിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്താണ് നമുക്ക് കിട്ടുക? നമുക്ക് തരുന്നത് എന്തൊക്കെയാണ്? ടോട്ടൽ നമ്പർ നമ്മൾക്ക് തരുന്നു. കൂടാതെ ഒരു ഭാഗത്ത് നിന്ന് രാജേഷ് എത്രാമത്തേതാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലെഫ്റ്റിൽ നിന്ന് രാജേഷ് 10ാമത്തതാണ്. എൽ നമുക്ക് തന്നിട്ടുണ്ട് 10. അപ്പോ റൈറ്റിൽ നിന്ന് എത്രാമത്തെ ആളതാണെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞാല് ടോട്ടലിൽ നിന്ന് ലെഫ്റ്റ് കുറച്ചിട്ട് അതിന്റെ കൂടെ എത്ര? 10ന്ന് എത്ര? നമ്മൾ 17ന്ന് കുറച്ചിട്ട് അതിന്റെ കൂടെ എത്ര കൂട്ടണം? 1 കൂട്ടിയാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 70 - 10. ഇവിടുന്ന് ഇങ്ങോട്ട് 10 എന്നല്ലേ പറഞ്ഞത്? +1. അപ്പൊ എത്ര കിട്ടും? 17ന്ന് 10 പോയാൽ 7. 7ഉം 1ഉം നമുക്ക് എത്ര കിട്ടും? 8. അപ്പൊ രാജേഷ് ഇങ്ങനെ ഇങ്ങോട്ട് 8ാമത്തതായിരിക്കും. ഇനി ഈ ഒരു ഫോർമുല പഠിച്ചിട്ട് വീണ്ടും ഈ ഒരു ഫോർമുല പഠിക്കേണ്ട ആവശ്യവും ഇല്ല. അതും കൂടെ ഞാൻ ചുരുക്കി പറയാം. ഈ ഫോർമുല ഉപയോഗിച്ച് തന്നെ നമ്മൾക്ക് ഈ രണ്ടാമത്തെ പ്രോബ്ലവും ചെയ്യാം. ഇത് വേണമെങ്കിൽ ഉപയോഗിക്കാൻ മാത്രമേ ഉള്ളൂ. അതെങ്ങനെ ചെയ്യാൻ പറ്റും? നമ്മൾക്ക് ഈ പ്രോബ്ലത്തിൽ ടോട്ടൽ നമുക്ക് തന്നിട്ടുണ്ട് 17 പേരെ. രാജേഷ് എത്രാമത്തെയാണ്? 10ാമത്തെ ആളും തന്നിട്ടുണ്ട്. പ്ലസ് റൈറ്റിന് എത്രാമത്താന്ന് നമുക്ക് അറിയില്ല. -1. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 17 = 10ന്ന് 1 പോയാൽ നമുക്ക് എത്ര കിട്ടും? 9 പ്ലസ് റൈറ്റിലുള്ള പൊസിഷൻ കിട്ടും. അപ്പൊ നമുക്ക് റൈറ്റ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. റൈറ്റ് എത്രാമത്തെ ആയിരിക്കും? നമുക്ക് 17ന്ന് 9 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 8ാമത്തത് കിട്ടും. ഇതാണ് രണ്ടാമത്തെ ടൈപ്പ്. ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ.
ഇനി മൂന്നാമത്തെ ടൈപ്പ് ഏതാണെന്ന് പറഞ്ഞു വെച്ചാൽ ചോദ്യം വരുമ്പോൾ നമുക്ക് ഓരോന്നായിട്ട് വരുവേ. മൂന്നാമത്തെ ടൈപ്പ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. മൂന്നാമത്തെ ടൈപ്പ് പറഞ്ഞത് ഒരു ലൈനില് ആകെ 50 പേരുണ്ട്. ടോട്ടൽ എത്രയുള്ളത്? 50 പേര് ടോട്ടൽ ഉണ്ട്. ലൈനില് ടോട്ടൽ 50 പേരുണ്ട്. അപ്പൊ ആ ലൈനില് 10ാമത്തെ പൊസിഷനിലാണ് ഉള്ളത് രാജേഷ്. 10ാമത്തെ പൊസിഷനില് രാജേഷ് ഉണ്ട്. പിന്നെ വേറൊരാള് നമ്മൾ പറയാണ് ബാബു. ബാബു എന്ന് പറയുന്നത് റൈറ്റിൽ നിന്ന് ഇങ്ങോട്ട് 20ാമത്തെ പൊസിഷനിലാണ് ബാബു ഉള്ളത്. എങ്കിൽ ഇവരുടെ ഇടയിൽ ഇൻ ബിറ്റ്വീൻ രാജേഷ് ആൻഡ് ബാബു ഹൗ മെനി പേഴ്സൺസ് ആർ ദർ? ഇവരുടെ ഇടയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. ശ്രദ്ധിക്കുക, ടോട്ടൽ തന്നിട്ടുണ്ട്, 2 പേരെ തന്നിട്ട് അതിനിടയിൽ എത്ര പേരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ചെയ്യുന്നത് എന്താ? കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ്. ഇങ്ങനെ ഇങ്ങോട്ട് എത്ര പേരായി? ഇങ്ങനെ ഇങ്ങോട്ട് 10 പേരായി. ഇങ്ങനെ ഇങ്ങോട്ട് എത്ര പേരായി? 20 പേരായി. അപ്പൊ എത്രയായി? ഇവിടെ രാജേഷ് വരെ 10 ആള്, ബാബു വരെ 20 ആള്. 10ഉം 20 എത്ര ആളായി? 30 ആളായി. അപ്പൊ ടോട്ടൽ എത്രയുള്ളത്? 50. ആ 50ൽ നിന്ന് ഇവിടം വരെ 10, ഇവിടം വരെ 20, അങ്ങനെ 30 ആളായി. അപ്പൊ അവർക്ക് ഇടയിലല്ലേ ബാക്കിയുള്ളവര് വേണ്ടത്. അപ്പൊ ബാക്കിയുള്ളവരെ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യാ? 50ൽ നിന്ന് നമ്മള് ഈ 30 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടി? 20 കിട്ടി. ഇതാണ് മറ്റൊരു ടൈപ്പ്. ഓക്കെ, ഇനി നമുക്ക് നേരിട്ട് ചോദ്യങ്ങളിലേക്ക്, ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, രാജേഷ് ഈസ് 9th പൊസിഷൻ ഫ്രം ലെഫ്റ്റ് ഇൻ എ റോ ആൻഡ് 30th ഫ്രം റൈറ്റ് എൻഡ്. ഹൗ മെനി പേഴ്സൺസ് ആർ ഇൻ ദ ലൈൻ? മലയാളത്തിൽ പറഞ്ഞാല് രാജേഷ് ഒരു വരിയില് ഇടത്തു നിന്ന് 9ാമതാണ്, വലത്ത് നിന്ന് 30ാമതാണ് എങ്കിൽ ആ വരിയിൽ ആകെ എത്ര പേരുണ്ട്? ഇതാണ് ചോദ്യം. ഓക്കെ, അപ്പൊ നോക്കുക, ഡാറ്റ 9th പൊസിഷൻ ഫ്രം ലെഫ്റ്റ്, ഇടത്ത് നിന്ന് 9ാമത്തത്, വലത്ത് നിന്ന് 30ാമത്തത്. ടോട്ടൽ ആണ് കണ്ടുപിടിക്കേണ്ടത്. ടോട്ടലിന്റെ ഫോർമുല നമ്മൾ നേരത്തെ എഴുതി, ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1. അപ്പൊ നമുക്ക് ആൻസർ കിട്ടും 9 പ്ലസ് 30 മൈനസ് 1. ആൻസർ 39. 1 പോയാല് 39, 1 പോയാൽ എത്ര കിട്ടി? 38 കിട്ടി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ചോദ്യമാണ് ഇത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ, Raju is 9th from left in a line of 21 students. What will be his position from right? മലയാളത്തിൽ ചോദ്യം വായിച്ചാല് 21 കുട്ടികളുള്ള ഒരു വരിയിൽ രാജു 9ാമതാണ് എങ്കിൽ രാജുവിന്റെ സ്ഥാനം വലത്തുനിന്ന് എത്രാമത്തേതായിരിക്കും എന്നാണ് ചോദ്യം. ആ വരിയിൽ വലത്തു നിന്ന് എത്രാമതായിരിക്കും രാജുവിന്റെ സ്ഥാനം എന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ നമുക്ക് എങ്ങനെ എഴുതാം? ലെഫ്റ്റിൽ നിന്ന് രാജു എത്രാമത്തെയാണ്? 9ാമത്താണ്. ടോട്ടൽ എത്രയുണ്ട് ലൈനില്? 21 കുട്ടികളുണ്ട്. റൈറ്റിൽ നിന്നതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾക്ക് എന്തറിയാം? ഈ ലെഫ്റ്റ് റൈറ്റ് ടോട്ടലിന്റെ റിലേഷൻ നമുക്കറിയാം. ടോട്ടൽ ഈക്വൽ ടു എന്താണ് അറിയാം? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് മൈനസ് 1 ആണ്. ടോട്ടൽ നമുക്ക് കിട്ടിയ എത്രയാണ്? 21 ഈക്വൽ ടു ലെഫ്റ്റ് 9 പ്ലസ് ആർ മൈനസ് 1. അപ്പൊ 9 നിന്ന് 1 പോയാൽ 8. അപ്പൊ 8 പ്ലസ് 6 ആണ് എത്ര വരിക? 21. അപ്പൊ അതിൽ 6 കിട്ടും നമുക്ക്. എത്ര? 8 ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ആൻസർ 21 മൈനസ് 8 ഈക്വൽ ടു 30. അല്ലെങ്കിൽ 8ഉം 13 കൂട്ടിയാൽ നമുക്ക് എത്ര കിട്ടും? 21 കിട്ടും. അപ്പൊ ആൻസർ 8 പ്ലസ് 13 21. അപ്പൊ റൈറ്റ് പൊസിഷൻ എത്ര കിട്ടും നമുക്ക്? പൊസിഷൻ ഫ്രം ദ റൈറ്റ് 13 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഓക്കെ, ഈ ഒരു ഫോർമുല തന്നെ 2 കാര്യത്തിലും ഉപയോഗിച്ചിട്ട് എഴുതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സം ബോയ്സ് ആർ സിറ്റിംഗ് ഇൻ എ ലൈൻ. മാലു ഈസ് on 17th place from left and Balu is on 18th place from right. There are 8 boys in between them. How many boys are there in a line? മലയാളത്തിൽ പറഞ്ഞാല് ഒരു വരിയിൽ കുറച്ച് ആൺകുട്ടികൾ ഇരിക്കുന്നു. മാലു ഇരിക്കുന്നത് ഇടത്തു നിന്ന് 17ാമതും അതുപോലെ തന്നെ വലത്ത് നിന്ന് 18ാമതും ആണ്. ബാലു ഇരിക്കുന്നത് വലത്തു നിന്ന് 18ാമത്, മാലു ഇരിക്കുന്നത് ഇടത്തു നിന്ന് 17ാമത്, ബാലു ഇരിക്കുന്നത് വലത്തു നിന്ന് 18ാമത്.
അവർക്കിടയിൽ 8 ആൺകുട്ടികൾ ഉണ്ടെങ്കിൽ ആകെ ആ വരിയിൽ എത്ര ആൺകുട്ടികൾ ഉണ്ട് എന്നാണ് ചോദ്യം. അപ്പൊ നോക്കാം, നമുക്ക് ഒരു ലൈൻ നമ്മൾക്ക് ഞാനിങ്ങനെ വരക്കുകയാണ്, വെറുതെ വരക്കുകയാണ്, ഒരു ലൈനെ വരച്ചു. ആ ലൈൻ വരച്ചിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് മാലു ഇടത്ത് നിന്ന് 17ാമതാണ് ഫ്രം ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ഞാൻ മാലുവിനെ എഴുതി 17ാമത്, ഇങ്ങോട്ട് 17ാമത്. ബാലു 18ാമതാണ്, അപ്പൊ ഞാൻ ബാലുവിനെ ഞാൻ ഇവിടെ എഴുതി. ബാലു ഇങ്ങോട്ട് എത്രാമത്തത്? 18ാമതാണ്. പിന്നെന്താണ് പറഞ്ഞത്? അവർക്കിടയിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പൊ അവരുടെ ഇടയിലുള്ളത് ഇതിന്റെ അടിയിലല്ലേ? അവരുടെ ഇടയിൽ എത്രയുണ്ട്? 8 പേരുണ്ട്. എങ്കിൽ ടോട്ടൽ എത്ര പേരുണ്ട് എന്നാണ്. ഇത് നിങ്ങൾക്ക് ഈ വരച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി കണ്ടുപിടിക്കേണ്ടതേ ഉള്ളൂ. അതിന് ഫോർമുലയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. അപ്പൊ ടോട്ടൽ നമുക്ക് എത്ര കിട്ടും? മാലു വരെ എത്ര പേരുണ്ട്? 17 പേരുണ്ട്. ബാലു വരെ എത്ര പേരുണ്ട്? 18 പേരുണ്ട്. അവർക്കിടയിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ കൂട്ടിയാൽ ആൻസർ ആയി. 17, 18, 35, 8, 43. ടോട്ടൽ 43 എന്ന് പറയുന്ന ആൻസർ കിട്ടും. ഈ ക്വസ്റ്റ്യന്റെ കാര്യങ്ങളെ വെച്ചിട്ടൊരു ചിത്രം ഇങ്ങനെ വരക്കാൻ കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റും. ഓക്കെ, ഐഡിയ മനസ്സിലായല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ലൈൻ ഓഫ് ബോയ്സ്, Ajay is 12th from left and Rajan is 15th from the right. If there are 30 students, how many boys are in between Ajay and Rajan? മലയാളത്തിൽ ചോദ്യം പറയുകയാണെങ്കിൽ, ഒരു വരിയിൽ നിൽക്കുന്ന ആൺകുട്ടികളിൽ അജയ് ഇടത്തുനിന്ന് 12ാമതും രാജൻ വലത്തു നിന്ന് 15ാമതും ആകുന്നു. വരിയിലാകെ 30 കുട്ടികൾ ഉണ്ടെങ്കിൽ അജയനും രാജനും ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ട്? ഇതും വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ചോദ്യം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ, നോർമൽ സാധാരണ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ നിങ്ങൾ ഒരു വര വരച്ച് നോക്കി ചെയ്ത് എളുപ്പമായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇൻ എ ലൈൻ ഓഫ് ബോയ്സ്, ഒരു ലൈൻ വരച്ച അതില് അജയൻ എത്രാമത്തെയാണ്? ലെഫ്റ്റിൽ നിന്ന് 12ാമത്താണ്. ഇവിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്, അതിന്റെ നോട്ടിടെ കുറിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങളും ഇതേമാതിരി എഴുതിയിട്ട് വെക്കണം. ലെഫ്റ്റിൽ നിന്ന് 12ാമത്താണ് അജയൻ. ഇപ്പൊ ഇങ്ങ് നിന്ന് അജയൻ, ഇവിടെ അജയൻ ഉണ്ടെങ്കിൽ ഇങ്ങ് നിന്ന് അജയൻ 12ാമത്തതാണ്. പിന്നെ റൈറ്റിൽ നിന്ന് 15ാമത്താണ് രാജൻ. അപ്പൊ രാജൻ റൈറ്റിൽ നിന്ന് എത്രാമത്തെയാണ്? 15ാമത്തെയാണ്. നോക്ക്, ടോട്ടൽ എത്രയുള്ളത്? 30. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. അപ്പോ അജയൻ വരെയും രാജൻ വരെയും ടോട്ടൽ എത്ര കുട്ടികളുണ്ട് നോക്കിയാൽ? 12ഉം 15 കൂട്ടി എത്രയുണ്ട്? 27. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുകയാണ്. അജയൻ വരെ 12 പേര്, ഇങ്ങോട്ട് രാജൻ വരെ 15 പേര്. അപ്പോ ഈ രാജൻ വരെയുള്ള 15 ആളും അജയൻ വരെയുള്ള 12 ആളും കൂട്ടിയ 27 ആളായി. അപ്പൊ ലൈനിൽ ആകെ എത്ര പേരുണ്ട്? 30 പേരുണ്ട്. അപ്പൊ ഈ ഇടയിലുള്ളവരെ കണ്ടുപിടിക്കാൻ പറ്റൂലേ? എത്രയായിരിക്കും ബിറ്റ്വീൻ? എത്രയായിരിക്കും? 30ൽ നിന്ന് എത്ര കുറച്ചാൽ മതി? ബിറ്റ്വീൻ, ഇടയിൽ വരുന്നവരെ കാണാൻ, ബിറ്റ്വീനെ കാണാൻ എന്ത് ചെയ്താൽ മതി? 30ൽ നിന്ന് 27 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3 കിട്ടും. അപ്പൊ കറക്റ്റ് ആണല്ലോ. ഈ ഇടയിൽ 3 ആളുണ്ടാവും. അപ്പൊ 12, 15, 27, 3, 30 കിട്ടി. അപ്പൊ എന്താ കണ്ടുപിടിക്കേണ്ട വഴി? ഇടത്ത് നിന്നുള്ളത് കൂട്ടുക, വലത്ത് നിന്നുള്ളത് കൂട്ടുക, എന്നിട്ട് ടോട്ടലിൽ നിന്ന് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, ശരി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ലൈൻ ഓഫ് ബോയ്സ്, ബാബു ഈസ് 12th ഫ്രം ലെഫ്റ്റ് ആൻഡ് രാജു ഈസ് 15th ഫ്രം ദ റൈറ്റ്. ഇഫ് ദർ ആർ 20 സ്റ്റുഡൻസ്, ഹൗ മെനി ബോയ്സ് ആർ ഇൻ ബിറ്റ്വീൻ രാജു ആൻഡ് ബാബു? അപ്പൊ ഈ ക്വസ്റ്റ്യൻ മലയാളത്തിൽ ഞാൻ വായിക്കാം. ഒരു വരിയിൽ നിൽക്കുന്ന ആൺകുട്ടികളിൽ ബാബു ഇടത്തു നിന്ന് 12ാമതും രാജു വലത്ത് നിന്ന് 15ാമതും ആകുന്നു. വരിയിലാകെ 20 കുട്ടികളുണ്ട് എങ്കിൽ രാജുവിനും ബാബുവിനും ഇടയിൽ എത്ര കുട്ടികൾ ഉണ്ട് എന്നുള്ളതാണ്. ഈ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്ക് ഇത് നേരത്തെ അതേപോലെ ഉള്ളതല്ലേ എന്നുള്ള ഒരു തോന്നൽ പെട്ടെന്ന് ഉണ്ടാവും. ഓക്കെ, നമുക്ക് നോക്കാം. നേരത്തെ നമ്മൾ ചെയ്തത് എങ്ങനെയാണ്? ലെഫ്റ്റ് നമ്മൾ വര വരച്ചു അല്ലെ? വര വരച്ചിട്ട് രാജുവിന് നമ്മൾ എത്ര എഴുതി? രാജുവിന് എഴുതി 12 എഴുതി. ബാബുവിന് എഴുതി, ബാബുവിന് നമ്മൾ 12 എഴുതി. രാജുവിന് എത്ര എഴുതി? 15 എഴുതി. രണ്ടും കൂടെ കൂട്ടുമ്പോൾ 12ഉം 15 കൂട്ടി 27 കിട്ടി. പക്ഷെ 27 കുട്ടികൾ ഇവിടെ ഇല്ല. 20 കുട്ടികൾ മാത്രമേ ഉള്ളൂ.
അപ്പൊ എന്താ സംഭവിക്കുക? ഇടയിൽ മുമ്പിൽ പ്രോബ്ലം ചെയ്തതുപോലെ ഇങ്ങനെ ഉള്ളിയും ഇങ്ങനെ ഉള്ളതിനേക്കാളും കൂടുതൽ ടോട്ടൽ വന്നാലേ നേരത്തെ മാതിരി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഈ പ്രോബ്ലം ചെയ്യുമ്പോഴും നിങ്ങൾ ചെയ്യേണ്ടത് എന്താ? രണ്ടും കൂടെ ആഡ് ചെയ്ത് വെക്കുക. നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. ഈ ബിറ്റ്വീന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയോ? ലെഫ്റ്റും റൈറ്റും ആദ്യം കൂട്ടുക. ലെഫ്റ്റും റൈറ്റും കൂട്ടുക. എത്ര? 12 15 കൂട്ടിയിട്ട് 27 എടുക്കുക. 27 എടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ടോട്ടൽ 20 കുട്ടികളെ ഉള്ളൂ എന്ന് കാണാം. അപ്പോൾ നേരത്തെ എന്തായിരുന്നു? ടോട്ടലിൽ നിന്നായിരുന്നു ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്തത് കുറച്ചത് നേരത്തെ പ്രോബ്ലത്തിൽ. ഇത് നേരെ തിരിച്ചു വരുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയോ? ബിറ്റ്വീന്റെ എണ്ണം നിങ്ങൾ ഓർത്ത് വെക്കുക. എത്ര വരുന്നറിയോ? 27ന്ന് 20 കുറച്ചിട്ട് അതിൽ നിന്ന് 2 കുറക്കണം. അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ എത്ര? 27 20 കുറച്ചാല് 7, 7ന്ന് 2 കുറച്ചാൽ 5. എന്താണ് ഈ 2 കുറക്കുന്നതെന്നറിയോ? ഈ 27ന്ന് 20 കുറച്ച് കിട്ടുന്നതിന് വരുമ്പോ ആ 7 ആളില് ബാബുവും വരും രാജുവും വരും. ആ 7 പേരില് 27ന്ന് 20 കുറക്കുന്നതിന്. അപ്പൊ അവരുടെ ഇടയിൽ എന്ന് പറയുമ്പോ അവരെ 2 പേരെയും നമ്മൾ കുറക്കണം. ബാബുവും രാജു അടക്കം ശ്രദ്ധിക്കേ. ഇവിടെ ബാബു, ഇവിടെ രാജു. ബാബുവും രാജു അടക്കം എത്ര? 7 പേരാണ് വരിക. അപ്പൊ ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ എന്ത് കിട്ടണം? ആ 7ൽ നിന്ന് എത്ര കുറക്കണം? ബാബുവിനെയും രാജുവിനെയും കുറക്കണം. അപ്പൊ എത്ര കിട്ടുക? 5 കിട്ടുക. അപ്പൊ ബിറ്റ്വീന്റെ എണ്ണം കണ്ടുപിടിക്കുക. ശ്രദ്ധിക്കുക. ലെഫ്റ്റും റൈറ്റും ആഡ് ചെയ്യുക. അത് കുറവാണ് കിട്ടുന്നതെങ്കിൽ ടോട്ടലിന് സബ്ട്രാക്ട് ചെയ്താൽ മതി. അത് കൂടുതലാണ് കിട്ടുന്നതെങ്കിൽ കുറച്ചിട്ട് 2 വീണ്ടും സബ്ട്രാക്ട് ചെയ്യണം. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ക്ലാസ് ഓഫ് 45 സ്റ്റുഡൻസ്, among those students who passed, Amal secured 10th position from upwards and 15th from downwards. How many students failed in the examination? വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണിത്. പക്ഷെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. ശരിക്കും മനസ്സിലാക്കുക. 45 മലയാളത്തിൽ പറയാം, 45 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ പാസ്സായവരുടെ എണ്ണത്തില് അമൽ മുകളിൽ നിന്ന് 10ാമതും, പാസ്സായവരുടെ എണ്ണത്തില് അമൽ മുകളിൽ നിന്ന് 10ാമതും കീഴെ നിന്ന് 15ാമതും ആകുന്നു. എത്ര കുട്ടികൾ പരീക്ഷയിൽ തോറ്റു എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ നമ്മൾ കണ്ടുപിടിക്കുന്നത് പരീക്ഷയിൽ ആകെ എത്ര പേർ ജയിച്ചു എന്ന് കണ്ടുപിടിച്ചാല് നമുക്ക് തോറ്റവരുടെ എണ്ണം കിട്ടും. അപ്പൊ എങ്ങനെയാണ് ജയിച്ചവരുടെ എണ്ണം കിട്ടുക? അമൽ ജയിച്ചതിലാണ്. അമൽ ജയിച്ചത് ഇതെല്ലാം പാസ്ഡ് ആണ്. പാസ്ഡ് ലിസ്റ്റില്, പാസ്ഡ് ലിസ്റ്റ്, വിജയിച്ചവരുടെ ലിസ്റ്റില് അമൽ 10ാമതാണ് മുകളിൽ നിന്ന്. അപ്പൊ ഒരുപാട് ആൾ ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ അമൽ എത്രാമത്തത്? 10ാമത്താണ് മുകളിൽ നിന്ന്. ഇനി താഴെ നിന്ന് നോക്കുകയാണെങ്കിൽ അമല് എത്രാമത്തെയാണ്? 15ാമത്തതുമാണ്. ഇങ്ങനെ നോക്കുവാണ് 15ാമത്തെ, ഇങ്ങനെ നോക്കുന്ന 10ആണ്. ഇവരുടെ എല്ലാം എന്താണ് സംഭവം? ഇതെല്ലാം വിജയിച്ചവരുടെ ലിസ്റ്റാണ്. അപ്പൊ ടോട്ടല് എത്ര പേര് വിജയിച്ചു എന്ന് അറിയേണ്ടത്. അപ്പൊ ഈ ലിസ്റ്റിലുള്ള ആകെയുള്ള എണ്ണം കിട്ടിയാൽ മതിയല്ലോ. അപ്പൊ അമലിനെ വെച്ചിട്ട് നമുക്ക് വിജയിച്ചവരെ കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. അപ്പൊ അമലിന്റെ അപ്പ് എത്ര പേരുണ്ട്? 10 പേരുണ്ട്. അപ്പൊ ടോട്ടൽ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ടോട്ടൽ പാസ്ഡ്. ശ്രദ്ധിക്കണേ, വിജയിച്ചവർ ആകെ വിജയിച്ചവർ, അത് പ്രത്യേകമാണ്. അല്ലാണ്ട് ഈ ടോട്ടൽ അല്ല, ഈ ടോട്ടൽ വിജയിച്ചവരുടെ ടോട്ടലാണ്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ലെഫ്റ്റ് പ്ലസ് റൈറ്റ് തന്നെ ഞാൻ എഴുതാം, നിങ്ങൾ കൺഫ്യൂഷൻ ആക്കണ്ട. അതായത് അപ്പ് പ്ലസ് ഡൗൺ പോലെ കറക്റ്റ് തന്നെ ലെഫ്റ്റും റൈറ്റും എന്ന് പറഞ്ഞാൽ കേട്ടോ. ഈ അപ്പ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ആണ്, ഡൗൺ എന്ന് പറഞ്ഞാൽ റൈറ്റ് എന്ന് വിചാരിച്ചാൽ മതി നമ്മുടെ പ്രോബ്ലത്തിൽ. അപ്പൊ നമ്മൾക്ക് എത്ര കിട്ടും? ഇവിടെ 10ഉം 15ഉം കൂട്ടിയിട്ട് 1 കുറച്ചാൽ മതി. 10ഉം 15ഉം 25, 25, 25 - 1 24. അപ്പൊ പാസ്ഡ് എത്ര? പാസ്ഡ് നമുക്ക് കിട്ടി. എത്ര കിട്ടി? 24. അപ്പൊ ഇനി ഫെയിൽഡ് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ. ഫെയിൽഡ് നമുക്ക് എത്ര കിട്ടും? ഫെയിൽഡ്, തോറ്റവർ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 45ന്ന് 24 കുറച്ചാൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 21 എന്ന് പറഞ്ഞ ആൻസർ നമുക്ക് കിട്ടും. ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കുക. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് പൊതുവെ റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നുള്ളത്. ഓരോന്നും കൃത്യമായി നോക്കി മനസ്സിലാക്കി നോട്ട് ചെയ്ത് എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. വീണ്ടും നമുക്ക് കാണാം. ബൈ.